ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ദളപതിയുടെ രണ്ടാമത്തെ മാനാട് ഇന്ന് മധുരയിൽ വെച്ച് നടക്കുകയാണ്. എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് നമ്മുടെ ദളപതിയുടെ സ്പീച്ച് കേൾക്കാൻ. നമുക്കറിയാം, പണ്ട് നമ്മുടെ ഓഡിയോ ലോഞ്ചിനൊക്കെയാണ് ദളപതിയുടെ സ്പീച്ചിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്നാലിപ്പോൾ പുള്ളി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയപ്പം ഓരോ പരിപാടികൾ കൊണ്ട് നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുള്ളി സ്ക്രീനിൽ, അതായത് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഭയങ്കര മാസാണ്. നമുക്ക് ഇപ്പം പുള്ളി ഓരോ ഡയലോഗുകൾ നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ സ്പീച്ച് നടക്കുന്ന സമയത്താണേലും ഒക്കെ നമുക്ക് ആ ഒരു ഓഡിയോ ലോഞ്ച് അല്ലെങ്കിൽ സിനിമയ്ക്കകത്തൊക്കെ പുള്ളി സംസാരിക്കുന്ന പോലെയൊക്കെയുള്ള ഒരു ഫീലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 7 മണിയല്ല, 7 മണിക്ക് മുന്നേ തന്നെ ആ ഒരു ക്രൗഡ് ഭയങ്കരമായിട്ട് ഫുള്ളാണ്. ആ ഒരു ചെയറെല്ലാം ഫുള്ളാണ്. അപ്പം ഇനി ആൾക്കാർ വരാനിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് മാനാടിനെക്കാട്ടിലും വലിയ ഗ്രാൻഡായിട്ടാണ് ഇത് നടക്കുന്നത് മധുരയിൽ വെച്ച്. അപ്പം ഇനി ആൾക്കാർ ഭയങ്കരമായിട്ട് ക്രൗഡ് പുള്ളിങ് ഉണ്ടാകും. ഭയങ്കര സെക്യൂരിറ്റിയാണ്. എന്തായാലും വൈകുന്നേരം ഉച്ച കഴിയുമ്പോഴത്തേനും നമ്മുടെ ദളപതിയുടെ സ്പീച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ഞാനും ഭയങ്കര വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് പുള്ളി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി. അത് നമ്മൾ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഒരു വിഷമകരമായ വാർത്തയാണെങ്കിൽ കൂടി പുതിയൊരു മാറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാകും. പുള്ളി വന്നു കഴിയുമ്പോൾ പിന്നെ ഒത്തിരി നല്ല കാര്യങ്ങൾ നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. കാരണം പലരും പറയും പുള്ളി പണം ആഗ്രഹിച്ച് വന്നേ, അല്ലെങ്കിൽ അതായത് നമുക്ക് പറയും. എന്നാലും നമുക്കറിയാം പുള്ളി ഒരു വർഷം 2 സിനിമ ചെയ്താൽ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു താരമാണ് ദളപതി ഇന്ത്യൻ സിനിമയിൽ. അപ്പം അങ്ങനെ ഒരാൾ ഒരു വർഷം 2 സിനിമ ചെയ്താൽ തന്നെ പുള്ളിക്ക് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഡബിളിൻ്റെ ഡബിളാണ് കിട്ടാൻ പോകുന്നത്. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പുള്ളി രാഷ്ട്രീയത്തിലോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം പുള്ളിയുടെ ആ ഒരു ഇത്, അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരോടുള്ള ആ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ സ്നേഹങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു അഴിമതിക്ക് തടയാനുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അത്രയും ആ ഒരു പുള്ളി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇപ്പോഴത്തെ ആ ലെവല് ഞാൻ ഉപേക്ഷിച്ചിട്ട് ഇപ്പം രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ പുള്ളി കഴിഞ്ഞ സ്പീച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു സെക്കൻഡ് മാനാടിൽ TV-ക്ക് കൊണ്ടുവരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പുള്ളി വെളിപ്പെടുത്തും. അപ്പം എന്തായാലും ഭയങ്കര ആവേശത്തിലാണ് നമ്മൾ ആ ഒരു സ്പീച്ച് കേൾക്കാൻ തന്നെ. ലൈവൊക്കെ നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര ആവേശത്തിലാണ് ഞാൻ. അപ്പം നിങ്ങൾ എത്രമാത്രം ആവേശത്തിലാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എന്തായാലും നടക്കട്ടെ, പരിപാടി നല്ല ആഘോഷമായിട്ട് തകർപ്പായിട്ട് നടക്കട്ടെ. എന്തായാലും നമുക്ക് TV-ക്ക് ജയിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. TV-ക്ക് ജയിക്കട്ടെ, നമ്മുടെ ദളപതി മുഖ്യമന്ത്രി ആകട്ടെ 2026. കപ്പ് മുഖ്യം വികിലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് ദളപതിയുടെ സ്പീച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.